ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. ഈ വർഷത്തിൽ തന്നെ മലയാളത്തിൽ നിന്നുള്ള ഏറ്റവും മികച്ച സിനിമ എന്നൊരു അഭിപ്രായം നേടിയെടുത്ത് തുടരും. കഴിഞ്ഞ ആഴ്ചയായിരുന്നല്ലോ തിയേറ്ററുകളിലേക്ക് എത്തിയത്. സിനിമ തിയേറ്ററുകളിലേക്ക് എത്തി 7ാം ദിവസം സിനിമയ്ക്ക് നല്ല രീതിയിൽ ക്ലാഷ് ഭീഷണിയായിരുന്നല്ലോ അങ്ങ് അന്യഭാഷാ സിനിമ ഇൻഡസ്ട്രികളിൽ നിന്നുണ്ടായത്. 2 സിനിമകളുടെ തുടർച്ച ഉൾപ്പെടെ സൂര്യയെല്ലാം തന്നെ താരമായ സിനിമ ഉൾപ്പെടെയുള്ള 3 വമ്പൻ സിനിമകൾ തിയേറ്ററുകളിലേക്ക് എത്തിയിട്ടും ഇപ്പോഴത്തെ ആദ്യ ദിവസത്തെ ബുക്കിംഗ് സ്റ്റാറ്റസിൽ തന്നെ 3 അന്യഭാഷാ സിനിമകളെയും മലർത്തിയടിക്കുന്ന ലാലേട്ടിനെയാണ് നമുക്ക് ഇന്ന് രാത്രിയോടെ കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. തുടരുമെന്ന സിനിമയുടെ പേരിൽ കഴിഞ്ഞ മണിക്കൂറിൽ മാത്രം ബുക്ക് മൈ ഷോയിൽ ഇന്ത്യയിൽ 15,000-ലധികം ടിക്കറ്റുകളാണ് വിറ്റഴിച്ചിരിക്കുന്നത്. അതേസമയം അന്യഭാഷാ സിനിമകളിലേക്ക് വരികയാണെങ്കിൽ അജയ് ദേവ്ഗൺ നായകനെത്തിയ റെയ്ഡ് 2 ഒരു സിനിമയുടെ 2ാം ഭാഗമായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയാണല്ലോ. ബോളിവുഡിലെ സൂപ്പർ താരത്തിന്റെ സിനിമയ്ക്ക് കഴിഞ്ഞ മണിക്കൂറിൽ 13,000-ൽ പരം ടിക്കറ്റുകൾ മാത്രമേ ബുക്കിംഗിന്റെ കാര്യത്തിൽ നടന്നിട്ടുള്ളൂ. അതായത് തുടരുമെന്ന ലാലേട്ടിന്റെ സിനിമയ്ക്ക് താഴെ എന്ന ഈ ലിസ്റ്റ് നോക്കുമ്പോൾ തന്നെ വ്യക്തമാകുന്നു. ഇനി അതേസമയം തെലുഗു സിനിമ ഇൻഡസ്ട്രിയിലേക്ക് വരികയാണെങ്കിൽ നാനി നായകനെത്തിയ ഹിറ്റ് 3 റിലീസിന് മുന്നേ വൻ പ്രീ റിലീസ് ബുക്കിംഗ് എല്ലാം തന്നെ കളക്ഷൻ എല്ലാം തന്നെ നേടിയെടുത്ത സിനിമയാണ്. പക്ഷേ റിലീസിന് ശേഷമുള്ള അഭിപ്രായങ്ങൾ സിനിമ ഒരു പക്ഷേ ബാധിച്ചിട്ടുണ്ടാകാം. എന്തായാലും കഴിഞ്ഞ മണിക്കൂറിൽ 12,000-ൽ പരം ടിക്കറ്റുകളെ സിനിമയുടെ പേരിൽ വിറ്റഴിഞ്ഞിട്ടുള്ളൂ. അതായത് തുടരുമെന്ന സിനിമയേക്കാൾ 3,000 ടിക്കറ്റുകൾ താഴെയാണ്. ഇനി സൂര്യ ചിത്രം ലാലേട്ടിന്റെ അത്ര വലിയ താരമൊന്നും തന്നെ അല്ലെങ്കിൽ പോലും സൂര്യ ചിത്രം തമിഴ് ചിത്രം റിലീസിന് മുന്നേ മികച്ച പ്രതീക്ഷകൾ നേടിയെടുത്ത സിനിമയാണ്. എന്നിട്ടും റെട്രോ എന്ന സിനിമ ഇപ്പോഴത്തെ തുടരുമെന്ന സിനിമയേക്കാൾ ഒരുപാട് താഴെ പോയിരിക്കുകയാണ്. കഴിഞ്ഞ മണിക്കൂറിലെ ബുക്കിംഗിൽ 10,000-ലധികം ടിക്കറ്റുകൾ മാത്രമേ കഴിഞ്ഞ മണിക്കൂറിൽ സിനിമയ്ക്ക് നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളൂ. അതൊരു സൂര്യ ചിത്രത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ മികച്ച ടിക്കറ്റ് വിൽപ്പനയാണ്. പക്ഷേ ലാലേട്ടൻ സിനിമയ്ക്ക് ഒരാഴ്ച തിയേറ്ററുകളിൽ പിന്നിട്ട് ലാലേട്ടൻ സിനിമയ്ക്ക് താഴെ എന്ത് ലാലേട്ടന്റെ ആ ഒരു ബോക്സ് ഓഫീസ് പവർ ഏത് ലെവൽ എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുന്നു. 3 അന്യഭാഷാ സിനിമകളുടെ ആദ്യ ദിവസം തന്നെ തുടരുമെന്ന സിനിമയ്ക്ക് ഈ ലെവൽ ലീഡ് വന്നിട്ടുണ്ടെങ്കിൽ അടുത്ത ദിവസങ്ങളിലും ആര് മുന്നിൽ നിൽക്കുമെന്ന് ഇനി പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. എമ്പുരാന്റെ കാര്യത്തിലും അന്യഭാഷാ സിനിമകളുമായിട്ടായിരുന്നു പല കാര്യങ്ങളിലെ താരതമ്യം. ഇപ്പോഴത്തെ അതേ രീതിയിൽ തുടരുമെന്ന സിനിമ പോകുമ്പോൾ അതിൽ നിന്ന് വ്യക്തമല്ല ലാലേട്ടന്റെ സ്റ്റാർഡം ഏത് ലെവലിലാണ് എന്ന്. കാത്തിരിക്കൂ കൂടുതൽ ഇതുപോലുള്ള തുടരും വാർത്തകൾക്ക്.